ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് കടക്കാം. ഇന്നത്തെ തീയതി 4/5/2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. ഒരു നിമിഷം നിങ്ങളിതൊന്നു ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഫോണിൽ ഈ ഒരുപാട് ആപ്പുകൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നിരന്തരം പ്രവർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഫോൺ പെട്ടെന്ന് ഹാങ് ആവും. അതെ, കൃത്യമായിട്ട്. പുറമെ നോക്കുമ്പോൾ ഫോൺ വെറുതെ ഇരിക്കുകയാണെന്ന് തോന്നും. പക്ഷെ ഉള്ളിൽ അതിന്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും. സിസ്റ്റമാകെ സ്ലോ ആകും, അല്ലേ? ശരിയാണ്. ആകെ ചൂടാവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ ആഴത്തിലുള്ള പഠനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതാണ്: നിങ്ങളുടെ മനസ്സും ഇതുപോലെയാണോ പ്രവർത്തിക്കുന്നത്? വലിയൊരു ചോദ്യമാണത്. പുറമേ നമ്മൾ ശാന്തരാണെന്ന് തോന്നും, എന്നാൽ ഉള്ളിൽ നൂറുകണക്കിന് ചിന്തകളുടെ, ആശയക്കുഴപ്പങ്ങളുടെ ആപ്പുകൾ പ്രവർത്തിച്ച് നമ്മുടെ ഊർജം ഇല്ലാതാക്കുകയാണോ? ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ ഒട്ടും ഇളകാത്തൊരു മനസ്സുമായി എങ്ങനെ ജീവിക്കാൻ സാധിക്കും? അതെ, ചിന്തകളിൽ പോലും ആശയക്കുഴപ്പങ്ങളില്ലാതെ പാസ് വിത്ത് ഓണറായി മാറുക എന്നത് എങ്ങനെ പ്രായോഗികമാക്കാമെന്നാണ് ഇന്ന് നാം കണ്ടെത്താൻ പോകുന്നത്. തീർച്ചയായും. ഈ ചർച്ചയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങൾ പറഞ്ഞ ആ ഫോണിന്റെ ഉദാഹരണം വളരെ കൃത്യമാണ്. ബാബ പറയുന്ന കാര്യങ്ങൾ വെറുമൊരു തിയറി ക്ലാസ് അല്ല. അതെ അതെ. അതൊരു തത്വശാസ്ത്രം കേട്ട് രസിക്കാൻ വേണ്ടിയുള്ളതുമല്ല. മറിച്ച് നമ്മുടെ ഉള്ളിലെ ഈ ബാക്ക്ഗ്രൗണ്ട് ആപ്പുകളെ എങ്ങനെ ക്ലോസ് ചെയ്യാം, എങ്ങനെ ഒരു പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റാം എന്നതിന്റെ കൃത്യമായ വഴികളാണ്. അതായത് പ്രായോഗികമായ വഴികൾ. അതെ. ജ്ഞാനം എപ്പോഴാണ് മൂല്യമുള്ളതാകുന്നത്? അത് വെറുതെ തലച്ചോറിലിരിക്കുമ്പോഴല്ല, നമ്മുടെ ഓരോ കർമ്മത്തിലും അത് പ്രതിഫലിക്കുമ്പോഴാണ്. പർവ്വതം പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ വെറുമൊരു പന്നി പോലെ കാണാൻ കഴിയുന്ന ആ മാനസികാവസ്ഥ എങ്ങനെ വികസിപ്പിച്ചെടുക്കാം എന്നാണ് ഇന്നത്തെ ഈ വിശകലനത്തിലൂടെ നാം അഴിച്ചെടുക്കാൻ പോകുന്നത്. ശരിയാണ്. നമുക്ക് ആ ആശയങ്ങളിലേക്ക് നേരിട്ട് കിടക്കാം. ബാബ പറയുന്ന ഒരു പ്രധാന കാര്യം ഈ സത്യമായ ഈശ്വരീയ സേവാധാരികൾ ആരാണ് എന്നതാണ്. സ്വന്തം പുരുഷാർത്ഥം ചെയ്യുന്നതിനൊപ്പം മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കി മാറ്റുന്നവരാണ് യഥാർത്ഥ സേവാധാരികൾ എന്ന് ബാബ പറയുന്നുണ്ട്. അതാണ് യഥാർത്ഥ സേവനം. കേൾക്കുമ്പോൾ വളരെ നല്ലൊരു ആശയമാണ്. പക്ഷേ ഇവിടെ എനിക്കൊരു സംശയമുണ്ട്. നമ്മളെപ്പോഴും മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നത് ഒരുതരം അടിച്ചേൽപ്പിക്കലാകില്ലേ? ചോദ്യം സ്വാഭാവികമാണ്. മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കുക എന്ന് പറയുമ്പോൾ ഇതിന്റെ യഥാർത്ഥ മെക്കാനിസം എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇവിടെ മറ്റുള്ളവരെ മാറ്റുക എന്നതിനർത്ഥം അവരെക്കൊണ്ട് നിർബന്ധിച്ച് എന്തെങ്കിലും ചെയ്യിക്കുകയോ നമ്മുടെ അഭിപ്രായങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയോ അല്ല. അങ്ങനെയല്ല. ബാബ പറയുന്നു, സത്യമായ സേവനമെന്നത് ആദ്യം സ്വയം മാറുകയും ആ മാറ്റത്തിന്റെ പ്രകാശം മറ്റുള്ളവരിലേക്ക് സ്വാഭാവികമായി പ്രതിഫലിക്കുകയും ചെയ്യുക എന്നതാണ്. അതായത് ഒരു മാതൃകയാവുക. കൃത്യമായി പറഞ്ഞാൽ അതെ. നിങ്ങളൊരു ഇരുണ്ട മുറിയില് ഒരു വിളക്ക് കത്തിച്ചു വെച്ചാൽ അത് മറ്റു വസ്തുക്കളോട് നിങ്ങൾ പ്രകാശിക്കണം എന്ന് പറയുന്നില്ലല്ലോ. ഇല്ല, ഒരിക്കലുമില്ല. അത് സ്വയം കത്തുമ്പോൾ മറ്റുള്ളവരും പ്രകാശിക്കുന്നു. നിങ്ങൾ എപ്പോഴാണോ പൂർണ്ണമായ ആത്മീയ ബോധത്തിൽ നിൽക്കുന്നത്, നിങ്ങളുടെ വാക്കും കർമ്മവും മാത്രമല്ല, സാന്നിധ്യം തന്നെ. അതെ, സാന്നിധ്യം തന്നെ മറ്റുള്ളവരിലൊരു മാറ്റം കൊണ്ടുവരും. അതാണ് തനിക്ക് സമാനമാക്കുക എന്നതിന്റെ ആന്തരികമായ പ്രക്രിയ. ആ വിളക്കിന്റെ ഉദാഹരണം വളരെ വ്യക്തമാണ്. അതായത് നമ്മുടെ പ്രകമ്പനങ്ങൾ അവരെ സ്വാധീനിക്കുന്നു. അതെ. ഇതേ ആശയത്തിൽ ബാബ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ പരസ്പരം സഹോദരീ സഹോദരന്മാരെ എന്ന് കാണണമെന്ന്. ലോകത്തിലുള്ള രാഷ്ട്രീയക്കാരും മതപ്രഭാഷകരുമെല്ലാം പ്രസംഗിക്കുമ്പോൾ പ്രിയ സഹോദരീ സഹോദരന്മാരെ എന്ന് പറയാറുണ്ട്. ബാബ പറയുന്ന ഈ സഹോദരഭാവവും ലോകർ പറയുന്നതും തമ്മിൽ പ്രായോഗികമായി എന്ത് വ്യത്യാസമാണുള്ളത്? ഇത് വെറുമൊരു വാക്കല്ലേ? അല്ല, ഇതൊരിക്കലും വെറുമൊരു വാക്കല്ല. ഇതൊരു അടിസ്ഥാനപരമായ കാഴ്ചപ്പാടിന്റെ മാറ്റമാണ്. എങ്ങനെ? ലോകത്തിലുള്ളവർ ഈ വാക്കുപയോഗിക്കുന്നത് ശരീരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതൊരു സാമൂഹികമായ അല്ലെങ്കിൽ വൈകാരികമായ ഒരു ശൈലി മാത്രമാണ്. ശരിയാണ്. അവിടെ അവർ കാണുന്നത് വ്യത്യസ്ത ശരീരങ്ങളെയാണ്. എന്നാൽ ബാബ പറയുന്നത് ആത്മീയ തലത്തിലാണ്. നമ്മളെല്ലാവരും ശരീരങ്ങളല്ല, മറിച്ച് ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന ആത്മാക്കളാണ്. ആത്മാക്കൾ എന്ന നിലയിൽ നാം എല്ലാവരും ആ നിരാകാരനായ ശിവബാബയുടെ മക്കളാണ്. ഈ ഒരു ബോധത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഒരാളെ കാണുന്നത് അയാളുടെ ജാതിയോ മതമോ ലിംഗമോ നോക്കിയല്ല. പിന്നെ എങ്ങനെയാണ്? മറിച്ച് തിളങ്ങുന്ന ഒരു ആത്മാവായിട്ടാണ്. നിൽക്കൂ, എനിക്കവിടെ ഒരു ചെറിയ തടസ്സം തോന്നുന്നു.
നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ ഇതൊക്കെ ചിന്തിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളെല്ലാവരും ആത്മാക്കളാണ്, ഒരു പിതാവിന്റെ മക്കളാണ് എന്നൊക്കെ. അതെ. പക്ഷേ ഓഫീസിലോ വീട്ടിലോ ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് വളരെ മോശമായി പെരുമാറുമ്പോൾ എങ്ങനെ ഈ ബോധം നിലനിർത്തും? അപ്പോൾ നമ്മൾ അവരെ ഒരു ശരീരമായിട്ടും അവർ ചെയ്യുന്ന തെറ്റായിട്ടും മാത്രമല്ലേ കാണൂ? തീർച്ചയായും അവിടെയാണ് യഥാർത്ഥ വെല്ലുവിളിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ബാബ പറയുന്നു, ഇത് വെറും ഒരു അറിവായി മാത്രം പോരാ, നിരന്തരമായ ഓർമ്മയായി മാറണമെന്ന്. നിരന്തരമായ ഓർമ്മ. ബാബ ഇവിടെ ഒരു കൃത്യമായ വ്യത്യാസം കാണിച്ചു തരുന്നുണ്ട്. പ്രജാപിതാ ബ്രഹ്മാവെന്നത് ഒരു ഭൗതിക പിതാവാണെങ്കിൽ ശിവബാബ ആത്മീയ പിതാവാണ്. അച്ഛനാണ്, കുട്ടികൾ കുട്ടികളാണ്, അല്ലേ? അതെ. ഭഗവാനെ ഒരിക്കലും കുട്ടികൾ എന്ന് വിളിക്കാനാകില്ല. ഈ ഒരു ക്രമം നമ്മുടെ ബുദ്ധിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആരെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറുമ്പോൾ അവർ ശരീരബോധത്തിൽ നിന്നാണ് അത് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ആത്മീയ ബോധത്തിൽ നിൽക്കുമ്പോൾ അവരുടെ ദേഷ്യമോ അഹങ്കാരമോ നിങ്ങളെ ബാധിക്കില്ല. കാരണം നിങ്ങൾ കാണുന്നത് രോഗിയായ ഒരു ആത്മാവിനെയാണ്. രോഗിയായ ആത്മാവ്. അതെ, അല്ലാതെ നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയെ അല്ല. ഈ ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ പ്രതികരണങ്ങളെ പൂർണ്ണമായും മാറ്റും. അത് വളരെ വലിയൊരു മാറ്റമാണ് കേട്ടോ. രോഗിയായ ആത്മാവെന്ന കാഴ്ചപ്പാട് വരുമ്പോൾ സ്വാഭാവികമായും കാരുണ്യമാണ് വരിക, ദേഷ്യമല്ല. തീർച്ചയായും. എന്നാൽ നമ്മുടെ ബുദ്ധി പലപ്പോഴും ഈയൊരു ട്രാക്കിൽ നിൽക്കാറില്ല എന്നതാണ് സത്യം. ഒരു റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇടയ്ക്ക് സിഗ്നൽ പോയിട്ട് ആകെ ഒരു ഇരമ്പൽ ശബ്ദം വരുന്നതുപോലെയല്ലേ ഇത്? അതെ. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴോ ദേവതകളുടെ മുന്നിൽ നിൽക്കുമ്പോഴോ പ്രാർത്ഥിക്കാൻ ശ്രമിക്കും, പക്ഷേ ചിന്തകൾ എങ്ങോട്ടൊക്കെയോ പോകും. അതെ, ആ സിഗ്നൽ കൃത്യമായി കിട്ടാത്തതുകൊണ്ടുള്ള ഒരു അലച്ചിൽ. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ബുദ്ധി ഇങ്ങനെ എപ്പോഴും അലഞ്ഞു തിരിയുന്നത്? ആ റേഡിയോ സിഗ്നലിന്റെ ഉദാഹരണം വളരെ മനോഹരമാണ്. എന്തുകൊണ്ടാണ് ആ ഇരമ്പലുണ്ടാകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ബാബ പറയുന്നു, മനുഷ്യർക്ക് യഥാർത്ഥ അറിവില്ല എന്നതാണ് ആ സിഗ്നൽ നഷ്ടപ്പെടാനുള്ള കാരണം. മനുഷ്യർ ദേവതകളെ ആരാധിക്കുന്നു, പക്ഷേ ആ ദേവതകൾക്ക് എങ്ങനെ ആ പദവി ലഭിച്ചുവെന്നോ ധർമ്മസ്ഥാപകർ ഇപ്പോൾ എവിടെയാണെന്നോ ആർക്കും അറിയില്ല. നമ്മൾ ആരാധിക്കുന്നവർ ആരാണെന്ന് നമുക്കറിയില്ല. അതെ, അവരുടെ യഥാർത്ഥ ചരിത്രം എന്താണെന്നും നമുക്കറിയില്ല. അവരേതോ ജ്യോതിയിൽ ലയിച്ചുവെന്നോ അല്ലെങ്കിൽ എവിടെ നോക്കിയാലും ഭഗവാനാണെന്നോ ഒക്കെയാണ് മനുഷ്യർ കരുതുന്നത്. ശരിയാണ്, അങ്ങനെയാണ് പൊതുവെ വിശ്വസിക്കുന്നത്. ഈ അജ്ഞതയാണ് ആ റേഡിയോയിലെ സ്റ്റാറ്റിക് നോയ്സ്. കൃത്യമായ അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ബുദ്ധി ഇങ്ങനെ ഒരു ലക്ഷ്യവുമില്ലാതെ അലയുന്നത്. നിരാകാരനായ ശിവബാബ മാത്രമാണ് ഈ ജ്ഞാനത്തിന്റെ സാഗരം. ആ സാഗരത്തിൽ നിന്ന് കൃത്യമായ ജ്ഞാനം ലഭിക്കുമ്പോൾ മാത്രമേ ഈ ഇരമ്പൽ മാറി ബുദ്ധി ഒരു സ്ഥലത്ത് ഏകാഗ്രമാകുകയുള്ളൂ. അതായത് സിഗ്നൽ ക്ലിയർ ആകണമെങ്കിൽ നമ്മൾ ആ ഫ്രീക്വൻസി കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: എപ്പോഴാണ് നമുക്ക് ഈ സിഗ്നൽ നഷ്ടപ്പെട്ടത്? നമ്മുടെ യഥാർത്ഥ ചരിത്രം എന്തായിരുന്നു? അവിടെയാണ് ബാബ ഈ ലോകത്തിന്റെ മാറ്റത്തെക്കുറിച്ച് പറയുന്നത്. ബാബ പറയുന്നു, ഭാരതവാസികൾ പണ്ട് ദേവതകളായിരുന്നുവെന്ന്. എന്നാൽ ഇന്നത്തെ അവസ്ഥ നോക്കൂ, ഈ ലോകം ഒരു ശോകവാടിക അഥവാ ദുഃഖത്തിന്റെ ഇടമായി മാറിയിരിക്കുന്നു. ഇത് രാവണന്റെ രാജ്യമാണ്, ലങ്കയാണ് എന്നാണ് ബാബ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സ്വർണയുഗത്തിൽ നിന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിയത് വളരെ വലിയൊരു മാറ്റമല്ലേ? അതെ, ചരിത്രത്തിലെ ഏറ്റവും വലിയ പതനമാണത്. സ്വർണയുഗം അഥവാ സത്യയുഗം ആണ് അശോകവാടിക, അതായത് ശോകമില്ലാത്തയിടം, ദുഃഖമില്ലാത്തയിടം. അതെ, അവിടെ പ്രകൃതിയും മനുഷ്യരും തമ്മിൽ പൂർണ്ണമായ ഐക്യമുണ്ട്. അവിടെ അകാല മൃത്യുവില്ല. സമയമാകുമ്പോൾ ഒരു പഴയ വസ്ത്രം മാറി പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ സന്തോഷത്തോടെ ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരം എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാണല്ലേ? തീർച്ചയായും. ഈയൊരു ദുഃഖത്തിന്റെ അവസ്ഥയിൽ നിന്നും മാറണമെങ്കിൽ വലിയൊരു വിനാശം വരാനിരിക്കുന്നു എന്ന് ബാബ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇവിടെ എനിക്ക് ശരിക്കും മനസ്സിലാവാത്ത, എന്നാൽ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്താണത്? നിങ്ങൾ കേൾക്കുന്നവർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഹിരോഷിമയിലെ ബോംബാക്രമണത്തിന് ശേഷം ലോകത്ത് ഒരുപാട് വലിയ കെട്ടിടങ്ങളും പുരോഗതിയും ഉണ്ടായിട്ടുണ്ട്. ടെക്നോളജി എവിടെയോ എത്തി നിൽക്കുന്നു. ശരിയാണ്. എന്നാൽ അവസാന സമയത്ത് ഈ വലിയ കെട്ടിടങ്ങൾ മാത്രമല്ല, ആശുപത്രികൾ പോലും ഉണ്ടാകില്ലെന്നും ഭൂകമ്പങ്ങളും വരൾച്ചയും വരുമെന്നും ബാബ ഓർമ്മിപ്പിക്കുന്നു. എനിക്കുള്ള ചോദ്യം ഇതാണ്: ഇത്രയും ഭീകരമായൊരു വിനാശം വരാനിരിക്കെ നമ്മൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് സന്തോഷിക്കുന്നത്? വളരെ ആഴത്തിലുള്ള ചോദ്യമാണത്. മനുഷ്യർ ഇതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും കൂടുതൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നതും കെട്ടിടങ്ങൾ പണിയുന്നതും എന്തിനാണ്? ഈ വിനാശം വരാനിരിക്കുന്നു എന്നറിയാമെങ്കിൽ
നമ്മൾ എന്തിനാണ് എന്തെങ്കിലും പുരുഷാർത്ഥം ചെയ്യുന്നത്? വെറുതെ ഇരുന്നാ പോരെ? ഇവിടെയാണ് ലോകത്തിന്റെ കാഴ്ചപ്പാടും ബാബ നൽകുന്ന അറിവും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ലോകർ ഇതിനെ ലോകാവസാനം അല്ലെങ്കിൽ ഡൂംസ്ഡേ ആയി കാണുന്നു. ഉം, എന്നാൽ ബാബ പറയുന്നു ഇതൊരു ഡ്രാമയാണ്, അതായത് അനന്തമായി ആവർത്തിക്കുന്ന ലോകനാടകം. ഈ വിനാശം എന്നത് പൂർണ്ണമായ ശൂന്യതയിലേക്കുള്ള ഒരു പോക്കല്ല. ശൂന്യതയല്ല. അല്ല. മനുഷ്യർ നിർമ്മിക്കുന്ന ഈ വലിയ ബോംബുകളും ആയുധങ്ങളും വെറുതെ കാഴ്ചയ്ക്ക് വെക്കാനുള്ളതല്ലല്ലോ. ഒരു പഴയ ജീർണിച്ച കെട്ടിടം പൊളിച്ചുമാറ്റി അവിടെ പുതിയതൊന്ന് പണിയുന്ന പ്രക്രിയ നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അപ്പോ വലിയ പൊടിയും ബഹളവുമൊക്കെ ആയിരിക്കും. അതെ, ആ പൊളിച്ചുമാറ്റുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ ആർക്കിടെക്റ്റിന് അറിയാം അത് പുതിയതൊന്ന് വരാൻ വേണ്ടിയാണെന്ന്. അതുപോലെ ദുഃഖം നിറഞ്ഞ കലിയുഗത്തിൽ നിന്ന് സത്യയുഗത്തിലേക്കുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയയാണിത്. ഓഹോ, ഭഗവാൻ വന്ന് തന്റെ പ്രിയതമകളെ, അതായത് ആത്മാക്കളെ അശോകവാടികയിലേക്ക് കൊണ്ടുപോകുന്ന സമയമാണിത്. ഓ, അതായത് ഇതൊരു നശിപ്പിക്കലല്ല, മറിച്ച് ഒരു ക്ലീനിംഗ് പ്രോസസ്സാണ്. പഴയത് പോയാലേ പുതിയത് വരൂ. അപ്പോൾ ഡ്രാമ എന്ന് പറയുന്നത് വെറുമൊരു ഒഴിവുകഴിവല്ല, മറിച്ച് കർമ്മങ്ങളുടെ കൃത്യമായൊരു സൈക്കിളാണ്. കൃത്യമായിട്ട് ബാബ പറയുന്നു കൽപ്പങ്ങൾക്ക് മുൻപും ഇതുതന്നെ സംഭവിച്ചിരുന്നുവെന്ന്. ഇവിടെ ശാസ്ത്രങ്ങളും ചരിത്രവും നമ്മെ എത്രത്തോളം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നുവെന്ന് നോക്കൂ. ക്രിസ്തുവിന് 3000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗമായിരുന്നു എന്ന സത്യം മനുഷ്യർ മറന്നുപോയി. അതെ. ലോകം ലക്ഷക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്നുവെന്നും ഇനിയും ഒരുപാട് കാലം കിടക്കുന്നുവെന്നും പറഞ്ഞ് മനുഷ്യരെ അന്ധകാരത്തിലാക്കിയിരിക്കുകയാണ്. ചിന്തയാണ് പുരുഷാർത്ഥം ചെയ്യാതിരിക്കാൻ കാരണം. ശരിയാണ്, സമയം ഒരുപാടുണ്ടല്ലോ എന്നൊരു തോന്നല്. എന്നാൽ സ്വർഗവാസികളായ ആത്മാക്കൾ തന്നെയാണ് ഇപ്പോൾ നരകവാസികളായി മാറിയിരിക്കുന്നത് എന്ന് ബാബ പറയുമ്പോൾ അത് ഈ ഡ്രാമയുടെ കൃത്യമായ സമയചക്രമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ അവസാന സമയത്ത് സതോ പ്രധാനമായി, അതായത് സമ്പൂർണ്ണ പവിത്രമായി മാറിയില്ലെങ്കിൽ എല്ലാവരും പശ്ചാത്തപിക്കേണ്ടി വരും. ധർമ്മരാജന്റെ മുന്നിൽ വെച്ച് അയ്യോ നമ്മൾ ഇത്രയും സമയം പരിശ്രമിച്ചില്ലല്ലോ എന്ന് അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അപ്പോഴേക്കും സമയം കഴിഞ്ഞുപോയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നിമിഷം തന്നെ ഉണർന്നു പ്രവർത്തിക്കാൻ ബാബ പറയുന്നത്. അപ്പോൾ നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് കരുതുക. ഈ വിനാശത്തിന് ശേഷം സത്യയുഗം സ്ഥാപിക്കപ്പെടുമ്പോൾ എല്ലാവർക്കും ഒരേ പദവിയാണോ ലഭിക്കുക? എല്ലാവരും ഒരുപോലെ രാജാക്കന്മാരാകുമോ? ഒരിക്കലുമില്ല. അങ്ങനെയല്ല എന്ന് ബാബ വ്യക്തമാക്കുന്നുണ്ട്. ദേവതയാകാനുള്ള ഈ വലിയ യാത്രയിൽ രാജധാനി സ്ഥാപിക്കപ്പെടുമ്പോൾ രാജാക്കന്മാരും പ്രജകളും സേവകരും മുതൽ ചണ്ടാളന്മാർ വരെ അതിലുണ്ടാകുമെന്ന് ബാബ പറയുന്നു. അതെ. ഇവിടെയാണ് നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട് ആപ്പുകളുടെ ഉദാഹരണം വീണ്ടും പ്രസക്തമാകുന്നത് എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ ഏത് പദവി നേടണം എന്നത് നമ്മൾ ശ്രീമതം, അതായത് ബാബയുടെ ആജ്ഞ എങ്ങനെ പാലിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതെ, സംഖ്യാക്രമം അനുസരിച്ചായിരിക്കും എല്ലാവരും ശ്രീമതം പാലിക്കുന്നത്. വളരെ വലിയൊരു രാജധാനി വരുമ്പോൾ അതിലെല്ലാത്തരം പദവികളും വേണ്ടിവരും. നമ്മൾ ഭാവിയിലേക്ക് വേണ്ടി ഇപ്പോൾ എത്രത്തോളം പുരുഷാർത്ഥം ചെയ്യുന്നുവോ അതനുസരിച്ചായിരിക്കും നമുക്ക് ലഭിക്കുന്ന പദവി. നിങ്ങൾ ചോദിച്ച ആ ബാക്ക്ഗ്രൗണ്ട് ആപ്പുകളുടെ കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇന്നത്തെ വരദാനത്തിൽ ബാബ പറയുന്നു, വാക്ക്, കർമ്മം എന്നിവയിലൂടെ മാത്രമല്ല സങ്കല്പങ്ങളിലൂടെ ഉണ്ടാകുന്ന, അതായത് നമ്മുടെ ചിന്തകളിലെ ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് പോലും നമ്മൾ രക്ഷപ്പെടണമെന്ന്. ഈ സങ്കല്പങ്ങളിലെ ആശയക്കുഴപ്പം എന്ന് പറയുമ്പോൾ കൃത്യമായി എന്താണ്? നമ്മൾ പലപ്പോഴും പുറമേ വളരെ ശാന്തരായിരിക്കും, മറ്റുള്ളവരോട് വളരെ സ്നേഹത്തിൽ സംസാരിക്കും, നല്ല കർമ്മങ്ങൾ ചെയ്യും. പക്ഷെ ഉള്ളിൽ ഒരാളോട് ക്ഷമിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സാമ്പത്തിക പ്രശ്നത്തെക്കുറിച്ചോർത്ത് വലിയൊരു യുദ്ധം തന്നെ നടക്കുന്നുണ്ടാകും. ഇതാണോ ഈ ബാക്ക്ഗ്രൗണ്ട് ആപ്പ്? ഇതെങ്ങനെയാണ് നമ്മെ ശിക്ഷിക്കുന്നത്? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലെ ആത്മീയ ഊർജത്തെ അത് കാർന്നു തിന്നുകയാണ്. ധർമ്മരാജനിൽ നിന്നുള്ള ശിക്ഷകൾ പിന്നീട് വിനാശസമയത്ത് വരാനിരിക്കുന്നതേയുള്ളൂ. അതെ. എന്നാൽ മനസ്സിലെ ഈ വേണ്ടാത്ത ചിന്തകളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന ശിക്ഷകൾ നമ്മൾ ഇപ്പോൾ തന്നെ ഓരോ നിമിഷവും അനുഭവിക്കുകയാണ്. അതിലു വലിയ മാനസിക സംഘർഷമാണ്. സംശയങ്ങൾ, ഭയം, മറ്റുള്ളവരോടുള്ള മത്സരം, ഇതെല്ലാം ഓരോ ആപ്പുകളാണ്. എല്ലാം ബാറ്ററി തീർക്കുന്ന ആപ്പുകൾ. ബാബ പറയുന്നു, ഈ ചിന്തകളുടെ ശിക്ഷയിൽ നിന്ന് സ്വയം രക്ഷപ്പെടുന്നവരാരാണോ അവരാണ് യഥാർത്ഥത്തിൽ പദവിയോടെ പാസ്സാകുന്നത്, അഥവാ പാസ് വിത്ത് ഓണർ ആകുന്നത്.
വാക്കിലും കർമ്മത്തിലും നല്ലവരായിരിക്കുന്നത് വലിയ കാര്യമാണ്. എന്നാൽ സങ്കല്പങ്ങളിൽ പോലും ആശയക്കുഴപ്പങ്ങളില്ലാതിരിക്കുക എന്നതാണ് ഒരു യഥാർത്ഥ യോഗിയുടെ ലക്ഷ്യം. ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്, പക്ഷേ പ്രായോഗികമാക്കാൻ ബുദ്ധിമുട്ടല്ലേ? എങ്ങനെയാണ് ഈ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കുന്നത്? നമ്മൾ വെറുതെ ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ചിന്തിക്കും. അതെ, അത് പ്രായോഗികമല്ല. അപ്പോൾ ഇതിനുള്ള മെക്കാനിസം എന്താണ്? അതിനാണ് ബാബ ഒരു സ്ലോഗൻ നൽകിയിരിക്കുന്നതല്ലേ? ജ്ഞാനമാകുന്ന നെയ്യും യോഗമാകുന്ന തിരിയും ശരിയാണെങ്കിൽ സന്തോഷത്തിന്റെ ദീപം സദാ തെളിഞ്ഞു കത്തിക്കൊണ്ടിരിക്കും എന്ന്. വളരെ മനോഹരമായ സ്ലോഗൻ. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ നെയ്യും തിരിയും എങ്ങനെയാണ് ഒന്നിച്ചു പ്രവർത്തിക്കുന്നത്? ഈ സ്ലോഗനിൽ വലിയൊരു ശാസ്ത്രമുണ്ട്. ജ്ഞാനം, അതായത് അറിവെന്നത് നെയ്യാണ്. യോഗം, അതായത് കണക്ഷൻ എന്നത് തിരിയാണ്. ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ പക്കൽ ഒരുപാട് നെയ്യുണ്ട്. അതായത് നിങ്ങൾ മുരളിയിലെ എല്ലാ പോയിന്റുകളും കാണാപാഠം പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ തിരിയില്ലെങ്കിൽ, അതായത് ശിവബാബയുമായുള്ള ആ ആഴത്തിലുള്ള സ്നേഹബന്ധവും യോഗവുമില്ലെങ്കിൽ ആ നെയ്യ് വെറുതെ ഇരിക്കുകയുള്ളൂ, പ്രകാശമുണ്ടാകില്ല. അത് വെറും ഡ്രൈ ആയ ഒരു തിയറിയായി മാറും. ശരിയാണ്. ഇനി തിരിയുണ്ട്, വലിയ ഭക്തിയും സ്നേഹവുമുണ്ട്. പക്ഷെ ജ്ഞാനമാകുന്ന നെയ്യില്ലെങ്കിലോ? അത് വെറുമൊരു അന്ധവിശ്വാസമായി മാറും. പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. അതായത് ബുദ്ധിക്ക് കൃത്യമായ അറിവും വേണം, മനസ്സിന് ആഴത്തിലുള്ള സ്നേഹബന്ധവും വേണം. ഇത് രണ്ടും ചേരുമ്പോഴാണ് അവിടെ സന്തോഷത്തിന്റെ ദീപം കത്തുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആപ്പുകൾ തനിയെ ക്ലോസ് ആയിക്കൊള്ളുമല്ലേ? അതെ, ഇതിനോടൊപ്പം ബാബ നൽകിയ അവ്യക്ത സൂചന കൂടി നാം ചേർത്തു വായിക്കണം. സദാ സുസ്ഥിരവും അചഞ്ചലവുമായ ഏകരസസ്ഥിതി അനുഭവം ചെയ്യാനാണ് ബാബ പറയുന്നത്. അചഞ്ചലമായ സ്ഥിതി. അതെ, ലോകത്തിൽ എന്ത് തന്നെ ഇളക്കങ്ങളുണ്ടായാലും അത് നമ്മുടെ അചഞ്ചലമായ സ്ഥിതിക്ക് തടസ്സമാകരുത്. ജ്ഞാനവും യോഗവും സമന്വയിച്ച ഒരാത്മാവിന് മാത്രമേ പർവ്വതം പോലെയുള്ള വലിയ വിഘ്നങ്ങളെ വെറുമൊരു പഞ്ഞി പോലെ കാണാൻ കഴിയൂ. കാരണം അവർക്ക് ഈ ഡ്രാമയുടെ മെക്കാനിസം കൃത്യമായി അറിയാം. വിനാശം വരികയാണെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിലും ഇതെല്ലാം ഡ്രാമയുടെ ഒരു സീൻ മാത്രമാണെന്നും ഞാൻ അശോകവാടികയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ആത്മാവാണെന്നും അവർക്കറിയാം. ഈ ഒരറിവാണ് വിഘ്നങ്ങളെ ഒരു കളിയായി മാറ്റുന്നത്. വളരെ ഗംഭീരമായൊരു യാത്രയായിരുന്നു ഇന്നത്തെ ഈ ചർച്ച. നമ്മൾ ഒരുപാട് വിഷയങ്ങൾ വളരെ ആഴത്തിൽ വിശകലനം ചെയ്തു. ഇതിന്റെ പ്രധാന ആശയങ്ങൾ നമുക്കൊന്ന് ഒരുമിച്ച് ചേർത്തു നോക്കാം. തീർച്ചയായും. ഒന്നാമതായി, മറ്റുള്ളവരെ വെറും ശരീരങ്ങളായല്ല ആത്മാക്കളായി കാണുക എന്ന ആന്തരിക ഷിഫ്റ്റിലൂടെ ശിവബാബയുടെ യഥാർത്ഥ സേവാധാരികളാകുക. രണ്ടാമതായി, അലയുന്ന നമ്മുടെ ബുദ്ധിയെ കൃത്യമായ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്ത് ബാബയെ മാത്രം ഓർമ്മിക്കുക. വിനാശമെന്നത് ഒരു അവസാനമല്ല, മറിച്ച് ശോകവാടികയിൽ നിന്ന് അശോകവാടികയിലേക്കുള്ള ഒരു മാറ്റമാണെന്ന് മനസ്സിലാക്കുക. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടത്, മനസ്സിലെ ആ വേണ്ടാത്ത ബാക്ക്ഗ്രൗണ്ട് ചിന്തകളെ ജ്ഞാനവും യോഗവും ഉപയോഗിച്ചില്ലാതാക്കി പർവ്വതം പോലുള്ള പ്രശ്നങ്ങളെ പഞ്ഞിപോലെ കണ്ടുകൊണ്ട് പാസ് വിത്ത് ഓണറായി മാറുക. അതെ, ഈ അറിവ് വെറുതെ കേട്ടു മറക്കാനുള്ളതല്ല. നമ്മൾ ഓരോരുത്തരും ഈ ലോകനാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. ശരിയാണ്. അവസാന സമയത്ത് പശ്ചാത്തപിക്കാതിരിക്കാൻ ഇപ്പോൾ മുതൽ ബാബയുടെ ശ്രീമതം പാലിക്കണം. നിങ്ങളുടെ ചിന്തകൾ പൂർണ്ണമായും ക്ലിയർ ആകുമ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് ആ പ്രകാശം നൽകാൻ കഴിയൂ. അപ്പോൾ മാത്രമേ ആ പുതിയ രാജധാനിയിൽ നമുക്കും ഉയർന്ന പദവി ലഭിക്കുകയുള്ളൂ. ശരിയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ആഴത്തിലുള്ള പഠനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്കൊരു അവസാന ചോദ്യം ചോദിക്കാനുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ബാബ പറഞ്ഞതുപോലെ ഈ ലോകനാടകം വീണ്ടും ആവർത്തിക്കും. എല്ലാ ആത്മാക്കളും വിനാശത്തിനു ശേഷം നിർവാണധാമത്തിലേക്ക് മടങ്ങിപ്പോകും. ഇതൊക്കെ ഭാവിയിൽ നടക്കാൻ പോകുന്ന വലിയ കാര്യങ്ങളാണ്. അതെ. എന്നാൽ ഇന്ന് ഈ നിമിഷം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ പർവ്വതം പോലെ വലിയൊരു പ്രശ്നം കടന്നുവന്നാൽ അതിനെ വെറുമൊരു പഞ്ഞി പോലെ ലഘുവായി നേരിടാൻ തക്കവണ്ണം നിങ്ങളുടെ ഉള്ളിലെ ജ്ഞാനമാകുന്ന നെയ്യും യോഗമാകുന്ന തിരിയും സജ്ജമാണോ? വളരെ ചിന്തിപ്പിക്കുന്നൊരു ചോദ്യം. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ആപ്പുകളെല്ലാം ക്ലോസ് ചെയ്ത് നിങ്ങളുടെ അചഞ്ചലമായ സ്ഥിതി അവിടെ തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഈ ഒരു ചോദ്യം നിങ്ങൾ ഇന്ന് സ്വയം ചോദിക്കുക. അത് നിങ്ങളുടെ ഉള്ളിലേക്കുള്ളൊരു മികച്ച യാത്രയായിരിക്കും. ആ ഒരു പരിശോധനയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ പൂർണ്ണമാക്കാം. ഓം ശാന്തി. ഓം ശാന്തി.